പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അടുത്ത ടോപ്പിക്കാണ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്. അതിനൊരു എക്സാമ്പിളാണ് വേവ് ഇക്വേഷൻ. അപ്പോൾ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൻ്റെ കേസിൽ വേവ് ഇക്വേഷൻ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേവ് ഇക്വേഷൻ എന്താണെന്ന് പറയാം, അതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ നമ്മൾ എക്സാമ്പിളിൽ കണ്ടു. വേവ് ഇക്വേഷൻ എന്താണ്, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൻ്റെ കേസിലാണ്. വൈബ്രേറ്റിംഗ് സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് വയലിൻ്റെ സ്ട്രിങ് ഒക്കെ, അപ്പോൾ അതൊക്കെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങുകളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ വേവ് ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൽ വേവ് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയലിൻ്റെ സ്ട്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് യു എന്ന് പറയുന്നത്, യു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും ടീൻ്റെയും ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെയും ടീൻ്റെ ഫംഗ്ഷനാണ്. അത് ആ സ്ട്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. യു എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷനാണ് നമുക്ക് ഇതിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിൽ നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആദ്യം കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടാവും, അതുപോലെ കുറച്ച് ഇനിഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിനെ പറ്റി പറയാം. അപ്പോൾ നമ്മുടെ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വയലിൻ്റെ സ്ട്രിങ് ഒക്കെ ആണെങ്കിൽ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനിഷ്യൽ എൻഡ് 0, ഇത് L ആണ് വിചാരിക്കും. എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു L-ലാണ് നമ്മുടെ സ്ട്രിങ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബൗണ്ടറിയിലെ കണ്ടീഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ യു ഓഫ് 0t എന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സ് 0 ആകുമ്പോഴുള്ള കണ്ടീഷൻ. യു ഓഫ് 0t എന്ന് പറയുന്നത് അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ ഈ ലാസ്റ്റ് പൊസിഷനിലെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. യു ഓഫ് L-t എന്ന് പറയുന്നതും 0 ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഓൾ ടി. ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഒരു ഇനിഷ്യൽ കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ സ്ട്രിങ്ങിൻ്റെ മോഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ മോഷനിലെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ടൈം 0 ആകുമ്പോൾ, t0 ആകുമ്പോഴുള്ള വെലോസിറ്റി നമുക്ക് കൺസിഡർ ചെയ്യണം. അതൊരു ഇനിഷ്യൽ കണ്ടീഷനാണ്. അതുപോലെ ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ, t0 ആകുമ്പോഴുള്ള ഇനിഷ്യൽ വെലോസിറ്റിനെ നമ്മൾ g(x) എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇനിഷ്യൽ t0 ആകുമ്പോഴുള്ള ഇനിഷ്യൽ ഡിഫ്ലക്ഷനെ നമ്മൾ f(x) എന്നും ഡിനോട്ട് ചെയ്യും. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ യു ഓഫ് x, 0 ഈക്വൽ ടു f(x). t0 ആകുമ്പോഴുള്ള ഇനിഷ്യൽ ഡിഫ്ലക്ഷൻ ആണിത്. ഇത് ഇക്വേഷൻ നമ്പർ 3. അടുത്തത് വെലോസിറ്റി, ഡോ യു ബൈ ഡോ ടി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. t ഈക്വൽ ടു 0, ഇതെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, g(x). അപ്പോൾ ഇതാണ് അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ, ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമ്മുടെ വേവ് ഇക്വേഷൻ വിത്ത് ദിസ് ഇനിഷ്യൽ കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊരു 3-4 സ്റ്റെപ്പുകളുണ്ട്. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിൽ 3-4 സ്റ്റെപ്പുകളുണ്ട്. ഇത്തിരി വൈഡായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ നമുക്ക് അറിയാം ഓൾറെഡി, അല്ലെങ്കിൽ അതിനെ പറയാം പ്രൊഡക്റ്റ് മെത്തേഡ്.
അപ്പോൾ ഈ മെത്തേഡ് എന്ന് വെച്ചാൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിക്കുക. മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾ വെച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ യു ഓഫ് എക്സ് കോമ ടി ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ ഈ സൊല്യൂഷനെ നമ്മൾ എന്തെടുക്കുക, ഒരു എക്സിൻ്റെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഒരു ടിയുടെ ഫങ്ഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. നമ്മുടെ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഈ ഫോമിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ യു ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി. ഇത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓരോ ഇക്വേഷൻ 5നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയും വിത്ത് റെസ്പെക്ട് ടു എക്സും ട്വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇക്വേഷൻ നമ്പറിനെ ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 5 with respect to x. അപ്പോൾ നമ്മൾ ട്വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം കേട്ടോ. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 5 ട്വൈസ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇത് എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഇത് ടീൻ്റെ ഫംഗ്ഷൻ ആണല്ലോ, അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും, ജി ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എസ് എക്സ് സ്ക്വയർ. അതുപോലെ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 5 ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എഫ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക, എഫ് ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ, എഫ് ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മുടെ വേവ് ഇക്വേഷനിൽ ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേവ് ഇക്വേഷനിൽ ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ എഫ് ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, സി സ്ക്വയർ ഇൻറ്റു ജി ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യുക, ജീൻ്റെ ടൈം ഒക്കെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ജീൻ്റെ ടൈം ഉള്ളത് ലെഫ്റ്റിലേക്കും എഫിൻ്റെ ടൈമിലുള്ളത് റൈറ്റിലേക്കും കൊണ്ടുപോകാം. നമുക്കിവിടെ എന്ത് വരും, 1 ബൈ സി സ്ക്വയർ ജി ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു, എഫിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 1 ബൈ എഫ് ഇൻറ്റു ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ, ഡി എക്സ് സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 6. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷനിൽ ഇവിടെ നമ്മുടെ പാരാമീറ്റർ എന്താണ്, ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് ടി മാത്രമേ ഉള്ളൂ അല്ലേ, ടി മാത്രമേ ഉള്ളൂ നമ്മുടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ അതുപോലെ എന്താ, എക്സ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ വേരിയബിൾ ടി മാത്രമാണ്, ഇവിടുത്തെ വേരിയബിൾ എക്സ് മാത്രമാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, വേറൊരു ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ രണ്ടും സെയിം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം ആവണമെങ്കിൽ എന്താവണം, ഇത് രണ്ടും ഒരു കോൺസ്റ്റന്റ് ആവണം. അപ്പം ഇത് രണ്ടും ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ
നമ്മുടെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ടീൻ്റെ മാത്രം ഫംഗ്ഷനാണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇത് എക്സിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ടീൻ്റെ ഫംഗ്ഷനും ഒരു എക്സിൻ്റെ ഫംഗ്ഷനും ഈക്വൽ ആവണേ, എങ്ങനെയെങ്കിലും ഈക്വൽ ആവുമോ? അത് രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഈക്വൽ ആവുള്ളൂ. അങ്ങനെ നമ്മളിവിടെ കെ എന്ന് എടുത്തു, നമ്മളൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് കെ എന്ന് പറഞ്ഞെടുത്തു. ഇനി എന്ത് ചെയ്യുക? ഓരോന്ന് കെയോട് ഇക്വേറ്റ് ചെയ്യുക. ഈ ഓരോ ഇക്വേഷൻ കെയോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. 1/f d സ്ക്വയർ f by dx സ്ക്വയർ ഈക്വൽ ടു കെ. നമുക്ക് കെ എഫിനെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകാം, വിച്ച് ഇംപ്ലൈസ് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ എഫ്. ഇനി കെ എഫിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ എഫ് എന്ന്. ഇത് ഇക്വേഷൻ നമ്പർ 7. ഇനി അതുപോലെ ഇതിനെയും ചെയ്യാം. 1/c സ്ക്വയർ ജി ഇൻറ്റു ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്, ഡി ടി സ്ക്വയർ ഈക്വൽ ടു കെ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ ജി ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ ഇൻറ്റു സി സ്ക്വയർ ജി. ഇവിടെ ഈക്വൽ ടു 0 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 8. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് 2. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കണ്ടീഷൻസ്, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ്, ബൗണ്ടറി കണ്ടീഷൻ 2, ഇക്വേഷൻ 2 ഇല്ലേ, ഇക്വേഷൻ 2ലുള്ള ബൗണ്ടറി കണ്ടീഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ നമുക്കറിയാം, യു ഓഫ് എക്സ് കോമ ടി നമ്മൾ എന്താ എടുത്തത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എടുക്കുകയാണ്. യു ഓഫ് 0, ടി ഈക്വൽ ടു 0. ഇതിനർത്ഥം എന്ത് വരും? ഇവിടെ യു ഓഫ് 0, ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് 0 ഇൻറ്റു ജി ഓഫ് ടി എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ഇതാണ്, യു ഓഫ് എൽ ടി ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എൽ ഇൻറ്റു ജി ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി. അപ്പോൾ നമുക്കറിയാം, ഇനി ഇത് രണ്ടും 0 ആവാം. രണ്ടും 0 ആണെങ്കിൽ വേണമെങ്കിൽ ജി ഓഫ് ടി 0 ആവാം, അല്ലെങ്കിൽ എഫ് ഓഫ് 0 ആവും, എഫ് ഓഫ് എൽ ആണെങ്കിലൊക്കെ 0 ആവും. ഇപ്പം ജി ഓഫ് ടി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ യു എന്ന് പറയുന്നത് മൊത്തം 0 ആവും. ജി ഓഫ് ടി 0 ആണെങ്കിൽ, ഇഫ് ജി ഓഫ് ടി മൊത്തം 0 ആണെങ്കിൽ നമുക്ക് യു എന്ത് കിട്ടും? യു എന്ന് പറയുന്നത് 0 ആയി കിട്ടും. യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ജി ഓഫ് ടി 0 എന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ എടുക്കുക? ജി എന്ന് പറഞ്ഞത് നമുക്ക് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എടുക്കേണ്ടി വരും. ജി എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇവിടെ നമുക്ക് 0 ഇത് 0 ആവാൻ, രണ്ടിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ എഫ് ഓഫ് 0 0 ആണ്, എഫ് ഓഫ് 0 0 ആണ്. അതുപോലെ ഇവിടെ എഫ് ഓഫ് എൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇനിഷ്യൽ കണ്ടീഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് എൽ ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 7ലും 8ലും കണ്ടുപിടിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം വിത്ത് ദിസ് ബൗണ്ടറി കണ്ടീഷൻ. ഈ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട്, ഈ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളതൊരു അതിൽ ആ കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് എങ്ങനെയാ? 0 ആണോ, ലെസ് ദാൻ 0 ആണോ, അതോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ 3 കേസും ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കണം. സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ 3 കേസും ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? കേസ് 1, കെ 0 ആവുന്ന കേസ് എടുക്കുക. കേസ് 1 എന്ന് പറഞ്ഞാൽ കെ ഈക്വൽ ടു 0 ആണെങ്കിൽ,
when k equal to 0, equation number 7 എന്തായി മാറും? ഇക്വേഷൻ നമ്പർ 7 എന്തായി മാറും? d സ്ക്വയർ f ബൈ dx സ്ക്വയർ, ഇവിടെ മൈനസ് കെ എഫ് എന്നാണ്. അപ്പോൾ കെ 0 ആയതുകൊണ്ട് ഇത് ഇക്വൽ ടു 0 കിട്ടും. ഇതൊരു സാധാ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സൊല്യൂഷൻ എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ലെഫ്റ്റുള്ളായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് എ ആയിട്ട് എടുക്കാം. ഇനി ഇതിനെ ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ഒരു സം കോൺസ്റ്റന്റ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേസിൽ എഫ് എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? എ എക്സ് പ്ലസ് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ആ കണ്ടീഷൻസ് ഇട്ട് കൊടുത്ത് നോക്കാം. എഫ് ഓഫ് 0 ഈക്വൽ ടു 0യും എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എൽ 0 ആണെങ്കിൽ എഫ് ഓഫ് 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് 0 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് എൽ 0 ആണെങ്കിൽ എ എൽ പ്ലസ് ബി 0 വരും. എ എൽ ബി 0 നമുക്ക് കിട്ടി. അപ്പോൾ എ എൽ ഈക്വൽ ടു 0. എ എൽ 0 ആണെങ്കിൽ എ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഈ കേസിൽ കിട്ടിയിരിക്കുന്നത്. എയും ബിയും 0 ആണെങ്കിൽ നമ്മുടെ എഫ് എന്തായി മാറും? എഫും ഈക്വൽ ടു 0 ആവും. എഫ് 0 ആണെങ്കിൽ എഫ് ഓഫ് ടി ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ? അല്ല, എഫ് ഓഫ് എക്സ് ആണ് നമ്മളിവിടെ കിട്ടിയത്. എഫ് ഓഫ് എക്സ് 0 ആയാൽ നമ്മുടെ യു എന്താവും? യു ഓഫ് എക്സ് കോമ ടി എന്താവും? അത് 0 ആയപ്പോൾ. അപ്പോൾ നമുക്ക് ഈ കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കെ 0 ആവുന്ന കേസ് നമുക്കിതിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത കേസ് നമ്മൾ ചെക്ക് ചെയ്യുക. കെ ഗ്രേറ്റർ ദാൻ 0 ആവുന്നുള്ള കേസ് നോക്കാം. കെ ഗ്രേറ്റർ ദാൻ 0, കേസ് 2. കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് എടുക്കാം. ലെറ്റ് കെ ഈക്വൽ ടു സം മ്യൂ സ്ക്വയർ എന്ന് എടുക്കുക. എന്തായാലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കെനെ മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തു. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 7 എടുക്കുക. ഇക്വേഷൻ നമ്പർ 7 എന്തായി മാറും? ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എഫ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എഫ് ഈക്വൽ ടു 0. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നുവെച്ചാൽ എം സ്ക്വയർ ഈക്വൽ ടു മ്യൂ സ്ക്വയർ, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ വരും. എം പ്ലസ് ഓർ മൈനസ് മ്യൂ ആണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? എഫ് ഈക്വൽ ടു എ ഇ റേസ് ടു മ്യൂ എക്സ് പ്ലസ് ബി ഇ റേസ് ടു മൈനസ് മ്യൂ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കേസിലെ സൊല്യൂഷൻ കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാം. ദെൻ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് ഓഫ് 0 ആണെങ്കിൽ ഇ റേസ് ടു 0 വരും. ഇവിടെ ഇ റേസ് ടു മൈനസ് 0 വരും. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും ഫസ്റ്റ് കണ്ടീഷനിൽ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എക്സിന് എല്ല് കൊടുക്കുമ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു മ്യൂ എൽ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും.
അപ്പം ഇവിടുന്ന് നമ്മൾ a പ്ലസ് ബി 0 ആണ്, ഇതും 0 ആണ്. പക്ഷെ ഇത് 0 ആവുമോ? ഇതൊരിക്കലും 0 ആവില്ല. അപ്പം ഇത് 0 ആവണമെങ്കിൽ എന്താവണം? ഇവിടെയും എയും ബിയും എന്താവണം? 0 തന്നെയാണ്. ഇവിടെ ഈ റേസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരിക്കലും 0 ആകത്തില്ല. അപ്പോൾ ഇത് രണ്ടും 0 ആവുകയാണ് വേണ്ടത്. ഇതിനർത്ഥം എഫ് എന്ന് പറയുന്നത് 0 ആവും. എഫ് 0 ആണെങ്കിൽ യു എന്തായി മാറും? യുവും 0 ആയി മാറും. വിച്ച് ഇംപ്ലൈസ് യു ഐഡന്റിക്കലി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കേസും എടുക്കാൻ പറ്റില്ല. കെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള കേസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത കെ ലെസ് ദാൻ 0 ആവുന്ന കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കേസ് 3. കെ ലെസ് ദാൻ 0. കെ ലെസ് ദാൻ 0 ആണെങ്കിൽ ഒരു നമ്പർ എടുക്കുക. ലെറ്റ് കെ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് പറഞ്ഞെടുക്കാം. കെ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 7 എന്തായി മാറും നോക്കാം. ദെൻ ഇക്വേഷൻ 7 ഇംപ്ലൈസ് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എഫ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ എം സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ഐ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് റൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ വരാം? ജനറൽ സൊല്യൂഷൻ എഫ് ഈക്വൽ ടു എ കോസ് പി എക്സ് പ്ലസ് ബി സൈൻ പി എക്സ്. നമ്മൾ ഈ സൊല്യൂഷനിൽ എന്ത് ചെയ്യുക? ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ദെൻ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് എൽ ഈക്വൽ ടു 0 എംപ്ലൈസ് ഇത് എക്സ് 0 കൊടുക്കുക. എക്സ് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? എ കോസ് 0. കോസ് 0 എത്രയാ? 1 ആണ്. അപ്പം എ പ്ലസ് ബി സൈൻ 0. സൈൻ 0 എന്താ? 0. അപ്പോൾ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ഇനി എഫ് ഓഫ് എൽ 0 എന്ന് പറഞ്ഞാൽ എല് കൊടുക്കുമ്പോൾ എ കോസ് പി എൽ പ്ലസ് ബി സൈൻ പി എൽ ഈക്വൽ ടു 0. എ ഓൾറെഡി 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ഇല്ല. ബി സൈൻ പി എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ബി സൈൻ പി എൽ ഈക്വൽ ടു 0. അപ്പം നമ്മുടെ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ബി സൈൻ പി എൽ ഈക്വൽ ടു 0. അപ്പോൾ ബി 0 ആണെങ്കിൽ നമുക്ക് ആ എഫ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ്റെ അവിടെ നമുക്ക് 0 കിട്ടും. അപ്പോൾ ബി 0 അല്ല, എയും ബി 0 ആയാൽ നമ്മുടെ എഫ് 0 ആവുള്ളൂ. എ ഓൾറെഡി 0 ആണ്, ബിയും കൂടെ 0 ആയാൽ നമ്മുടെ എഫ് 0 ആവും. അപ്പോൾ നമുക്കിതിൽ ബി 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ സൈൻ പി എൽ 0 ആയിട്ട് എടുക്കും. നമുക്ക് എടുക്കണം ബി മസ്റ്റ് ടേക്ക് ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് സൈൻ പി എൽ എന്ന് പറയുന്നത് ഇപ്പോൾ 0 വരും. സൈൻ ഓഫ് സംതിങ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എൽ എന്താവണം? വിച്ച് ഇംപ്ലൈസ് പി എൽ എന്ന് പറഞ്ഞാൽ എൻ പൈ ഫോമിലാണ്. പി എൽ ഈക്വൽ ടു എൻ പൈ. ഇതിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഈക്വൽ ടു എൻ പൈ ബൈ എൽ. എൻ എന്ന് പറയുന്നത് ഇൻഡിജർ. എൻ ഈക്വൽ ടു എൻ ഈസ് ആൻ ഇൻഡിജർ. അപ്പം ഇങ്ങനെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ബി എന്ന് പറയുന്ന സൊല്യൂഷൻ എന്തായാലും ബി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കാം. ടേക്കിംഗ് ബി ഈക്വൽ ടു 1. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് കുറേ സൊല്യൂഷൻസ് കിട്ടുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളതിനെ ബി 1 ആകുമ്പോൾ ഉള്ളതിനെ നമ്മൾ എഫ് എൻ ഓഫ് എക്സ് എന്നെടുത്തു. വേർ ഇവിടെ നമുക്ക് കുറേ വാല്യൂസ് വരുന്നുണ്ട് അല്ലേ? വേർ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എൻ പൈ
x by L n pi x by L n equal to എഴുതുക n equal to 1 2 3 etc. ഇത് ഇക്വേഷൻ നമ്പർ 10. അപ്പോൾ നമ്മളിവിടെ n എന്ന് പറയുന്നത് കുറേ സൊല്യൂഷൻ ഇവിടെ വരുന്നുണ്ട് അല്ലേ. n pi by L n എന്ന് പറഞ്ഞാൽ ഏത് ഇൻഡിജർ വേണമെങ്കിലും ആവാതാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷന് കുറേ സൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ B1 ആയിട്ട് ഉള്ള സൊല്യൂഷൻ അങ്ങ് എടുത്തു. അതിനെ നമ്മൾ fn of x എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്തു. B1 ആയതുകൊണ്ടാണ് ഇവിടെ B1 ഇട്ട് കൊടുത്തു. f of x B1 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് fn of x എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് കിട്ടി. കെയുടെ വാല്യൂ നമ്മളിപ്പോൾ ഒന്നിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. ഇപ്പോൾ കിട്ടിയ വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ k less than 0 എന്ന കേസിൽ. അപ്പോൾ നമ്മുടെ k എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ എടുത്തത് -p² എന്നായിരുന്നു. പിന്റെ വാല്യൂ നമുക്ക് കിട്ടി n pi by L square n equal to 1 2 3 etc. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയുന്നത് എന്തായി മാറും? ഈ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ d² g by dt² plus c² into n pi by L all square g equal to 0 എന്ന് കിട്ടി. That is, it implies d² g by dt² plus ഇവിടെ c n pi by L all square into g equal to 0. ഇവിടെ നമ്മൾ c n pi by L നമ്മൾ എന്ത് ചെയ്യുക? ലാംഡ എന്ന് കൊടുക്കാം. c n pi by L ലാംഡ എന്ന് കൊടുക്കാം. which implies d² g by dt² plus lambda n square g equal to 0, where lambda n equal to c n pi by L. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണാമല്ലോ. ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ഡയറക്റ്റ് വരിക? സൊല്യൂഷൻ of the solution of this equation is of the form. അതിനെ നമ്മൾ gn of t ആയിട്ട് കൊടുക്കുക. an cos lambda n t plus bn sin lambda n t. നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് gn of t കിട്ടി, fn of t കിട്ടി. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് un of t എഴുതാം. gn of t യും fn of t എഴുതി. ഇനി നമ്മൾ ജനറലായിട്ട് un of t ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് un of t equal to an cos lambda n t plus bn sin lambda n t into sin n pi by L x, n equal to 1 2 3 etc. ഇത് ഇക്വേഷൻ നമ്പർ 11. ഇവിടെ നമ്മൾ എഫിൻ്റെയും ജിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇവിടെ. അപ്പോൾ ഇതിൽ ലാംഡ, ഇതിനെ നമ്മൾ ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയും. ഐഗൺ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനുകളെ നമ്മൾ ഐഗൺ ഫങ്ഷൻ അല്ലെങ്കിൽ un of t ഐഗൺ ഫങ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എന്ന് പറയും. ഇതിലെ ലാംഡ n എന്ന് പറയുന്നത് എന്താ? ലാംഡ n എന്തായിരുന്നു? c n pi by L. അതിനെ നമ്മൾ ഐഗൺ വാല്യൂസ്, ഇതെന്ന് പറയുന്നതാണ് ഐഗൺ വാല്യൂസ്. ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയും. ഇനി ഈ ലാംഡൈനുകളുടെ കളക്ഷൻ സെറ്റ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര, അതിൻ്റെ കളക്ഷനെ നമ്മൾ പറയാം സ്പെക്ട്രം. ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയില്ല. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.